ഫൈഹാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ പച്ചക്കറി തോട്ടങ്ങളിലൊക്കെ സാധാരണയായിട്ട് കണ്ടുവരുന്ന കീടങ്ങളാണ് വെള്ളീച്ച, മുഞ്ഞ, മീലി ബഗ്സ് എന്നിവയെല്ലാം. അപ്പോൾ ഇത്തരത്തിലുള്ള കീടങ്ങൾക്ക് നമ്മുടെ കൃഷിയെ മുഴുവനായിട്ടും ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വിത്ത് പാകി അത് വളർന്ന് കായ്ക്കാൻ പാകമാകുമ്പോഴേക്കും ഇത്തരത്തിലുള്ള കീടങ്ങൾ വന്ന് അത് നശിപ്പിക്കുമ്പോൾ നമുക്ക് കൃഷി ചെയ്യാനുള്ള ആ ഒരു താല്പര്യം തന്നെ ഇല്ലാതായി പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള കീടങ്ങളെ അകറ്റാൻ നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കീടങ്ങളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ജൈവ കീടനാശിനി ഓർഗാനിക് പെസ്റ്റിസൈഡിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെ ഇത്തരത്തിലുള്ള ഓർഗാനിക് കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ജൈവ കീടനാശിനിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ജൈവ കീടനാശിനികൾ നമ്മൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ഒരു കീടങ്ങളുടെ ശല്യം നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ ഒരു ജൈവ കീടനാശിനി ഓർഗാനിക് പെസ്റ്റിസൈഡ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു കീടനാശിനി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, ഒരു മഞ്ഞളുടെ പീസ് വേണം, അതായത് ഒരു മീഡിയം സൈസ് മഞ്ഞൾ, പിന്നെ ഇത് ഫ്രഷ് മഞ്ഞളാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു കുടം വെളുത്തുള്ളി മുഴുവനായിട്ടും ഒരു എടുക്കുക. പിന്നെ അതുപോലെ തന്നെ പച്ചമുളക്, ഒരു 2-3 പച്ചമുളക് എടുക്കുക. നമുക്ക് കാന്താരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിലും അതും ബെസ്റ്റാണ് ഇതിലേക്ക്. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ നോർമൽ പച്ചമുളകാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇലയും ഒരു പിടി നമ്മൾ എടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ട് നല്ല അരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്, പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആര്യവേപ്പിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെടിയാണല്ലോ എന്താണ് ആര്യവേപ്പ്. അപ്പോൾ ആര്യവേപ്പ് നമ്മൾ വേപ്പെണ്ണൊക്കെ നമ്മൾ ഇതിൻ്റെ കാര്യത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആര്യവേപ്പും നമ്മുടെ ചെടികൾക്കൊക്കെ കീടങ്ങളെ അകറ്റി നിർത്താൻ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു ഇലയാണ്. അപ്പോൾ പച്ചമുളകിൽ അടങ്ങിയിട്ടുള്ള എരിവ് എല്ലാം കൂടി ഒരു ലൈനിൽ വരുമ്പോൾ അത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെസ്റ്റിസൈഡായിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളിയിലും ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏത് ഉള്ളി ആയാലും ഇതിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. വെളുത്തുള്ളി മാത്രം ഉപയോഗിക്കണമെന്നില്ല, നമുക്ക് വലിയുള്ളി ആയാലും കുഴപ്പമില്ല. അപ്പോൾ വെളുത്തുള്ളി ആയിരിക്കും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾ, ഫ്രഷ് മഞ്ഞൾ. അപ്പോൾ ഈ മഞ്ഞളൊക്കെ ഇതിൽ വരുമ്പോൾ ഈ ലായനിക്ക് ഈ ഒരു പെസ്റ്റിസൈഡിന് നല്ല ഒരു ഗുണം നൽകുന്ന ഒരു കാര്യമാണ് മഞ്ഞൾ. അപ്പോൾ മഞ്ഞൾ നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൂടി നമ്മൾ ഇനി മിക്സിയിൽ നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാൻ കണ്ടില്ല, ഇതുപോലെ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതൊരു പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ അരച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഇത് അരച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു അടപ്പുള്ള പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് മൂടി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി വെക്കുക. എന്നിട്ട് ഇപ്പോൾ കണ്ടില്ല, അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് നല്ലൊരു സ്ട്രോങ് ഫ്ലേവറാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 2 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ 240 ml കപ്പാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ 240 ml വെള്ളം, അതായത് 2 കപ്പ് ഒഴിച്ച് കൊടുക്കണം. ഒരു കപ്പിൻ്റെ അളവ് എന്ന് പറയുന്നത് 240 എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സാക്കുക. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മളിത് അടച്ച് ഒരു 24 hours ഇതുപോലെ നമ്മൾ ഒരു 24 മണിക്കൂർ നമ്മളിത് അടച്ച് ഇതുപോലെ വെക്കണം. അത് എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ സ്ട്രോങ് എല്ലാം അതിൽ ഇറങ്ങാൻ വേണ്ടിയാണ്. ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് ഇതുപോലെ ഉണ്ടാവും. നല്ലൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വീണ്ടും ഇത് വെള്ളം ഒഴിച്ച് നേർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് എടുക്കുകയാണ് നമ്മൾ കീടനാശിനി നമ്മൾ പച്ചക്കറി തോട്ടത്തിൽ നമ്മൾ അടിക്കാൻ വേണ്ടി 1 കപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 5 ഇരട്ടിയോ അല്ലെങ്കിൽ 4 ഇരട്ടി വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പാണ്. 1 കപ്പ് എടുത്തപ്പോൾ അതിലേക്ക് ഞാൻ 4 ഇരട്ടി വെള്ളം ചേർത്ത് കൊടുത്തു. അത് 5 ഇരട്ടി വെള്ളം വേണമെങ്കിൽ ചേർക്കാം. അത് സ്ട്രോങ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 5 ഇരട്ടി വെള്ളം വരെ ചേർക്കാവുന്നതാണ്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏത് ഓയിലായാലും കുഴപ്പമില്ല, കോക്കനട്ട് ഓയിൽ, കനോല ഓയിൽ, ഏത് ഓയിലായാലും കുഴപ്പമില്ല. സൺഫ്ലവർ ഓയിലൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ഇതിലേക്ക്
ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെയുള്ള ഒരു സ്പ്രെയറിലേക്ക് നമ്മളിത് മാറ്റി ഇത് അരിപ്പയിലൂടെ അരിച്ചിട്ട് സ്പ്രെയറിലേക്ക് മാറ്റുന്നതിന് മുന്നേ നമ്മളിത് അരിപ്പയിലൂടെ നല്ലപോലെ അരിച്ചിട്ട് മാറ്റണം. എന്നിട്ട് നമ്മളിത് ചെടികളിലൊക്കെ അടിച്ചു കൊടുക്കുകയാണ്, സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തികച്ചും നമ്മുടെ തോട്ടത്തിൽ നിന്ന് ഇവയുടെ ശല്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതി നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫ്രണ്ട്സുകളുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.